ഇനി പറയാൻ പോകുന്നത് മൾട്ടി ലെവൽ പ്ലാനിങ്ങിൻ്റെ കോൺസിസ്റ്റൻസി ഫാക്ടേഴ്സിനെ പറ്റിയാണ്. മൾട്ടി ലെവൽ പ്ലാനിങ്ങിൻ്റെ കോൺസിസ്റ്റൻസി ഫാക്ടേഴ്സിനെ പറ്റിയാണ് നമ്മളടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഒരു ഡെവലപ്മെൻറ്റ് പ്ലാനിങ് നടപ്പിലാക്കുമ്പോൾ ഒരു ഏരിയയുടെ ട്രാൻസ്ഫോമിങ്, ഒരു ഏരിയയുടെ സാമൂഹ്യ അന്തരീക്ഷം, ഒരു ഏരിയയുടെ സാമ്പത്തിക അന്തരീക്ഷം, ഒരു ഏരിയയുടെ ടെക്നോളജി, കൾച്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫോക്കസിങ് നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാനിങ് നടപ്പിലാക്കുമ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇതിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ലെവലിലുള്ളവർ മറ്റേ ലെവലുമായിട്ട് ഒരു ഹാർമണി അല്ലെങ്കിൽ ഐക്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നാഷണൽ ഒബ്ജക്റ്റീവിൽ നിന്ന് പ്ലാന് തിരഞ്ഞെടുക്കുവാൻ ലോവർ ലെവലിലുള്ള ആൾക്കാർക്ക് അധികാരം വേണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നാഷണൽ ഒബ്ജക്റ്റീവിൽ നിന്ന് പ്ലാന് തിരഞ്ഞെടുക്കാൻ ലോവർ ലെവലിന് അധികാരം വേണം. എന്തുകൊണ്ടാണ് ലോവർ ലെവലിന് ഇത്തരത്തിലൊരു അധികാരം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായിട്ടും 4-5 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഫീസിബിലിറ്റി ഓർ റെലവൻസ് എന്ന് പറഞ്ഞ കാരണം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫീസിബിലിറ്റി ഓർ റെലവൻസ് എന്ന് പറഞ്ഞ കാരണം. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നാഷണൽ ലെവലിൽ ഒരു ഒബ്ജക്റ്റീവ് കൊണ്ടുവന്നു എന്നിരിക്കട്ടെ. നാഷണൽ ലെവലിൽ ഒരു ഒബ്ജക്റ്റീവ് കൊണ്ടുവന്നു, എന്നാൽ നാഷണൽ ലെവലിലെ ഒബ്ജക്റ്റീവ് ബ്ലോക്കുമായി പൊരുത്തപ്പെടാത്തതായിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് ബ്ലോക്കുമായി പൊരുത്തപ്പെടുന്നതായിരിക്കാം, അതുമല്ലെങ്കിൽ ബ്ലോക്കുമായി മാച്ച് ആവാത്തതായിരിക്കും. അതുമല്ലെങ്കിൽ ചില സമയങ്ങളിൽ ബ്ലോക്കിനും നാഷണൽ ലെവലിലെ ഒബ്ജക്റ്റീവിനും ഒരേപോലെയുള്ള വെയിറ്റേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നാഷണൽ പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് ആണെന്ന് വിചാരിക്കുക. അതായത് നാഷണൽ പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് ആണെന്ന് വിചാരിക്കുക. എന്നാൽ ഇത് നമ്മൾ ബ്ലോക്ക് ലെവലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണെങ്കിലും സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞ ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നമുക്ക് ബ്ലോക്ക് ലെവലിൽ ഫീസിബിൾ അല്ല. അതാണ് പറഞ്ഞു വന്നത്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഫ്രീഡം ടു ഫിക്സ് പ്രയോറിറ്റീസ്. അതായത് നാഷണൽ ലെവലിലുള്ള സിറ്റുവേഷനും ബ്ലോക്ക് ലെവലിലുള്ള സിറ്റുവേഷനും രണ്ടും വ്യത്യാസമായിരിക്കും. അതായത് രാജ്യത്തിൻ്റെ സ്ഥിതിയല്ല ബ്ലോക്കിൻ്റെ സ്ഥിതി. ഉദാഹരണത്തിന്, അതുകൊണ്ട് തന്നെ ബ്ലോക്ക് വെയിറ്റേജ് കൊടുക്കുന്ന കാര്യത്തിനായിരിക്കത്തില്ല രാജ്യം വെയിറ്റേജ് കൊടുക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, രാജ്യം തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞത്, ഇപ്പോൾ ഉദാഹരണത്തിന് രാജ്യം പറയുകയാണ്, നമ്മുടെ രാജ്യത്തിൽ മൊത്തവും ഫാമിങ്ങിലൂടെയും ഡയറി പ്രോജക്റ്റുകളിലൂടെയും നമ്മുടെ രാജ്യത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റും ഇൻകവും ഉണ്ടാക്കാം എന്ന് രാജ്യം വിചാരിക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. എന്നാൽ ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് രാജസ്ഥാൻ പോലെയുള്ള വരണ്ട പ്രദേശങ്ങളുടെ കാര്യം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു സംഭവം അവിടെ നടപ്പാക്കാൻ പറ്റത്തില്ല. അവിടെ രാജസ്ഥാൻ പോലെയുള്ള വരണ്ട പ്രദേശത്തിന് പോൾട്രി ഫാമിങ്ങിനുള്ള ഒരു സ്ഥിതിയില്ല. അതുപോലെ തന്നെ ഡയറി പ്രോജക്റ്റുകൾ നടപ്പിലാക്കാനുള്ള ഒരു സ്ഥിതിവിശേഷവും ആ പ്രദേശങ്ങളിലില്ല. അപ്പോൾ അതുകൊണ്ട് രാജ്യത്തിൻ്റെ സിറ്റുവേഷനും ബ്ലോക്കിൻ്റെ സിറ്റുവേഷനും രണ്ടാണ് എന്നതാണ് നമ്മൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ടാർജറ്റ് ഫിക്സിങ്. അതായത് ഒരു ബ്ലോക്ക് തൻ്റെ ടാർജറ്റ് ഫിക്സ് ചെയ്യുന്നത് ആ ബ്ലോക്കിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളുടെ അടിസ്ഥാനത്തിലും അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ബ്ലോക്ക് ടാർജറ്റുകൾ ഫിക്സ് ചെയ്യുന്നത്. മാത്രമല്ല, ടാർജറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ആ ബ്ലോക്കിലുള്ള റിസോഴ്സുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസേഷണൽ അറേഞ്ച്മെൻറ്റ്, മാൻ പവർ, ഫീസിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ടാർജറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ടാർജറ്റ് ഫിക്സ് ചെയ്യുവാൻ ബ്ലോക്കിന് സ്വാതന്ത്ര്യം കൊടുക്കണം, അല്ലെങ്കിൽ ഫ്രീഡം കൊടുക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബ്ലോക്കിൽ 70% ആളുകളും ഏറ്റവും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവരുടെ പെർ ക്യാപിറ്റ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ വളരെ കുറവാണ് എന്ന് വിചാരിക്കുക. ഇവിടെ ഈ ഒരു ബ്ലോക്കിൽ 30% പേർക്ക് മാത്രമേ
എംപ്ലോയ്മെൻറ്റും ഏണിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. എംപ്ലോയ്മെൻറ്റ് ഏണിംഗ് ഓപ്പർച്യൂണിറ്റി 30% പേർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം വരുമ്പോൾ ഈ ബ്ലോക്ക് കൂടുതലായിട്ടും പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് പോവർട്ടി റിമൂവിങ് പ്രോജക്റ്റുകൾക്കായിരിക്കും ഈ ബ്ലോക്ക് പ്രയോറിറ്റി കൊടുക്കുക. നാലാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ബേസ് എന്നാണ്. ഇൻഫർമേഷൻ ബേസ് എന്നതാണ്. അതായത് ഇൻഫർമേഷൻ ബേസ് എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇൻഫർമേഷൻ ബേസ് എന്താണ് ചെയ്യുന്നത്? ഇൻഫർമേഷൻ ഫ്ലോ എന്തിന് സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആയിട്ടുള്ള ലിങ്കേജിനെ ഉത്തേജിപ്പിക്കുവാൻ അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വസ്തുതയാണ് ഇൻഫർമേഷൻ ഫ്ലോ എന്ന് പറയുന്നത്. ഈ ഇൻഫർമേഷൻ ഫ്ലോയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് ചോദിച്ചാൽ പ്രൊഫഷണൽ എക്സ്പേർട്ടുകളെ ആവശ്യമുണ്ട്, ഡാറ്റ ഗ്യാതറിങ് ആവശ്യമുണ്ട്, പ്രോസസ്സിങ്ങുകൾ ആവശ്യമുണ്ട്, ട്രാൻസ്മിഷൻ ഫെസിലിറ്റികൾ ആവശ്യമുണ്ട് ഈ ഒരു ഇൻഫർമേഷൻ ബേസിൽ. ഇനി അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എമോങ് പ്ലാൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ റീസണാണ്. അതായത് ചില പ്ലാൻ ഒബ്ജക്റ്റീവുകളുടെ റിലേഷൻ ചിലപ്പോൾ കോംപ്ലിമെൻ്ററി ആവും, ചിലപ്പോൾ കോമ്പറ്റീറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ചില പ്ലാൻ ഒബ്ജക്റ്റീവുകൾ ചില സമയങ്ങളിൽ കോംപ്ലിമെൻ്ററി റിലേഷൻഷിപ്പും ആവാറുണ്ട്, ചില സമയങ്ങളിൽ കോമ്പറ്റേറ്റീവ് റിലേഷൻഷിപ്പും ആവാറുണ്ട്. കോംപ്ലിമെൻ്ററി റിലേഷൻഷിപ്പാണ് വരുന്നതെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്നാൽ കോമ്പറ്റേറ്റീവ് റിലേഷനാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ അത് പോസിറ്റീവുമാകും, ചിലപ്പോൾ അത് നെഗറ്റീവുമാകും. കൂടുതലും നെഗറ്റീവ് ആവാനാണ് സാധ്യത. ഇനി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് പോവർട്ടി റിമൂവൽ എന്ന 2 ഒബ്ജക്റ്റീവുകൾ ഇവ കോംപ്ലിമെൻ്ററി റിലേഷനിലുള്ള സബ്ജക്റ്റുകളാണ്. ഒന്നുകൂടി, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് പോവർട്ടി റിമൂവൽ എന്ന് പറയുന്നത് 2 കോംപ്ലിമെൻ്ററി റിലേഷനിലുള്ള ഒബ്ജക്റ്റീവുകളാണ്. അതേപോലെ തന്നെ പോവർട്ടി റിമൂവൽ എന്ന ഒബ്ജക്റ്റീവും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് അസറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവും ഇവയും കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള റിലേഷനിലുള്ള ഒബ്ജക്റ്റീവുകളാണ്. എന്നാൽ ചില കേസുകളിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഹയർ ഇൻകം എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവും ബെറ്റർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവും വരികയാണെങ്കിൽ അവിടെ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഹയർ ഗ്രോത്ത് ഇൻകം എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ ഹയർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവും വരികയാണെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാധാരണ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത് ബ്ലോക്കും ലോവർ ലെവലും തമ്മിലാണ്. ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ബ്ലോക്കും ലോവർ ലെവലും തമ്മിലാണ് എപ്പോഴും ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത. ഈ പ്ലാൻ ഒബ്ജക്റ്റീവുകളുടെ റിലേഷൻ്റെ സ്വഭാവം അല്ലെങ്കിൽ നാച്ചുർ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിരവധി ഇൻസ്ട്രുമെൻറ്റും ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഉണ്ട്. ഉദാഹരണം പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്, സബ്സിഡറി, ക്രെഡിറ്റ് ഫെസിലിറ്റി, ലേവീസ്, ഫീ, അതുപോലെ തന്നെ പബ്ലിക് ആൻഡ് കോപ്പറേറ്റീവ് ഫോം ഓഫ് പ്രോപ്പർട്ടി ഓണർഷിപ്പ്, അതർ ഓർഗനൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ. പിന്നെ അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഉദാഹരണം കൂടെ പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നാഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് കൂട്ടുക എന്നതാണ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് കൂട്ടുക എന്നതാണ്. എന്നാൽ ഹയർ ഇൻകം ഈ ഒരു ഒബ്ജക്റ്റീവ് നടന്നു കഴിഞ്ഞാൽ ഹയർ ഇൻകം കൂടും. അപ്പോൾ ഒരിക്കൽ കൂടി ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് കൂട്ടുക എന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി ഈ ഒരു ഔട്ട്പുട്ട് ലക്ഷ്യമിടുമ്പോൾ ഇവിടെ ഇൻകം എന്ന് പറയുന്നത് കൂടും. എന്നാൽ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഗുണമൊന്നും കിട്ടത്തില്ല. അതായത് ജനറേറ്റീവ് ഹയർ ഔട്ട്പുട്ടും എന്ന ഒബ്ജക്റ്റീവും ഹയർ ഔട്ട്പുട്ട് എന്ന ഒബ്ജക്റ്റീവും ഈക്വിറ്റബിൾ ഗ്രോത്ത് എന്ന ഒബ്ജക്റ്റീവും തമ്മിൽ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. അതാണ് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് മൾട്ടി ലെവൽ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സുകളെ പറ്റിയാണ്.
നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് മൾട്ടി ലെവൽ പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പ്രോസസ്സുകളെ പറ്റിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. മൾട്ടി ലെവൽ പ്ലാനിങ്ങിൽ 3 സ്റ്റെപ്പുകളാണുള്ളത്, അല്ലെങ്കിൽ 3 പ്രോസസ്സുകളാണുള്ളത്. ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഏരിയ ലെവൽ എന്ന് പറഞ്ഞ പ്രോസസ്സ്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഏജൻസീസ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഏജൻസി, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഏരിയ ലെവൽ, ഇങ്ങനെ 3 പ്രോസസ്സുകളാണ് മൾട്ടി ലെവൽ പ്ലാനിങ്ങിനകത്ത് ഉള്ളത്. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഏരിയ ലെവൽ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ പറ്റി. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ഏരിയയിലും എന്തെല്ലാം ആക്ടിവിറ്റീസുകൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഏരിയ ലെവൽ എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ചരിത്ര ഭാഗം നോക്കുകയാണെങ്കിൽ, ചരിത്ര വസ്തുതകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, പണ്ട് മുതലേ യൂണിയനും സ്റ്റേറ്റും തമ്മിൽ, സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ പൊളിറ്റിക്കൽ കാര്യത്തിലും ഫിനാൻഷ്യൽ കാര്യത്തിലും എക്കോണമിക്കൽ മാറ്റേഴ്സിലൊക്കെ ഒരു ടെൻഷനുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല സ്റ്റേറ്റുകളും പറയുന്നത് ഫിനാൻസുമായി ബന്ധപ്പെട്ട അധികാരം കൂടുതലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചില സ്റ്റേറ്റുകൾ പറയാറുണ്ട്, അവരുടെ സ്വന്തം അഫയേഴ്സ് പോലും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞും സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ ചെറിയ ചെറിയ ടെൻഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ഈ ടെൻഷൻസ് കാരണം നിരവധി അഡ്മിനിസ്ട്രേഷൻ റിഫോംസുകൾ നമ്മുടെ രാജ്യത്തിലുണ്ടായിട്ടുണ്ട്. പല ഫിനാൻഷ്യൽ കമ്മീഷനും പല റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ. ഈ സർക്കാരിയ കമ്മീഷനും സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ഒക്കെ ഒരു റിപ്പോർട്ട് നേരത്തെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ഒരു ടെൻഷൻ എന്തൊക്കെ പറഞ്ഞാലും കുറയുന്നില്ല എന്നതാണ് ഒരു വസ്തുത. ഇനി നമ്മൾ സ്വാതന്ത്ര്യ സമര ഇൻഡിപെൻഡൻറ്റിൻ്റെ ആ ഒരു സമയത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മുടെ രാജ്യത്തിൽ പല തരത്തിലും പല ഷേപ്പിലും പല സ്ട്രക്ചറിലുമുള്ള സോവറിങ് യൂണിറ്റുകൾ നമ്മുടെ രാജ്യത്തിലുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് നമ്മുടെ രാജ്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഫെഡറൽ സ്ട്രക്ചറിലേക്ക് നീങ്ങി. അങ്ങനെ ഫെഡറൽ സ്ട്രക്ചർ ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മുടെ രാജ്യം 3 തട്ടുകളായിട്ട് തിരിഞ്ഞു. അതായത് രാജ്യമെന്നും സ്റ്റേറ്റെന്നും ഡിസ്ട്രിക്റ്റ് 3 യൂണിറ്റുകളായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തു. അത് കഴിഞ്ഞ് 1950 കാലം വന്നപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ആശയം നമ്മൾ ഇന്ത്യയിലേക്ക് നിലവിൽ വന്നു. 1950 കാലഘട്ടത്തിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ആശയം ഇന്ത്യയിൽ നിലവിൽ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരുവിധം വിജയിച്ച ഒരു ഡിവിഷനായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് വന്ന ഒരു സംഭവമാണ് സോണൽ കൗൺസിൽ എന്ന് പറഞ്ഞ വസ്തുത. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ചില വലിയ സംസ്ഥാനങ്ങൾ, വലിയ സ്റ്റേറ്റുകൾ, വലിയ സംസ്ഥാനങ്ങൾ അവരുടെ ഡിസ്ട്രിക്റ്റിനെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പാക്കിയിട്ട് അതിനെ ഒരു ഡിവിഷൻ്റെ കീഴിൽ ഭരിക്കാൻ തുടങ്ങി. അതായത് ചില വലിയ സംസ്ഥാനങ്ങൾ അവരുടെ ജില്ലകളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പാക്കിയിട്ട് ഒരു ഡിവിഷൻ്റെ കീഴിലാക്കി അതിൽ ഭരണം നടത്താൻ തുടങ്ങി. എന്നാൽ വേറെ ചില സ്റ്റേറ്റുകളാണെങ്കിൽ അവരുടെ ഒരു റവന്യൂ ഒക്കെ താലൂക്കുകളായിട്ട് തരംതിരിച്ചു. എന്നിട്ട് താലൂക്കിനെ വീണ്ടും സബ് ഡിവിഷനുകളായിട്ട് തരംതിരിച്ചു. എന്നിട്ടാണ് അവർ ആ ഭരണം നടത്തുന്നത്. എന്നാൽ 1980 കാലം വന്നപ്പോൾ ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ ബ്ലോക്ക് ലെവൽ എന്ന് പറഞ്ഞ വസ്തുതയെ മാറ്റിയിട്ട് ഒരു പുതിയ ആശയം കൊണ്ടുവന്നു. ആ ആശയത്തിൻ്റെ പേരാണ് മണ്ഡൽ യൂണിറ്റ് എന്ന് പറഞ്ഞ വസ്തുത. ഈ മണ്ഡൽ യൂണിറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് ലെവലിനേക്കാൾ വളരെ ചെറിയ യൂണിറ്റാണ് ഈ ഒരു മണ്ഡൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഏരിയ ലെവൽ എന്ന് പറഞ്ഞ് ആദ്യത്തെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
ഇനി നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ പ്രോസസ്സായ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയിൽ യൂണിയൻ്റെയും സ്റ്റേറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റികളും പവേഴ്സിനെയും പറ്റി വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അധികാരങ്ങളും റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് എന്ന് നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമാക്കി പരാമർശിച്ചിട്ടുണ്ട്. എന്നാലും യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള പൊളിറ്റിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ടെൻഷന് ഉണ്ട്. അങ്ങനെയാണെങ്കിലും നമ്മുടെ സ്റ്റേറ്റും സബ്സ്റ്റേറ്റ് ലെവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ സ്റ്റേറ്റും സബ്സ്റ്റേറ്റ് ലെവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അറേഞ്ച്മെൻറ്റും കണ്ടിന്യൂറ്റിയും ഒതൻസിറ്റിയും ഒക്കെ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഭരണഘടനയിൽ നിരവധി കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് സംസ്ഥാനവും സംസ്ഥാനത്തിന് കീഴിൽ വരുന്ന സബ്സ്റ്റേറ്റ് ലെവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മെച്ചപ്പെടുത്തുവാനായിട്ട് നിലവിൽ വന്ന ചില സംഭവങ്ങളെ പറ്റിയാണ് നമ്മളടുത്ത് പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള സബ്സ്റ്റേറ്റ് ലെവൽ ബോഡീസിനെ എലക്ഷൻ നടത്തുക. അതായത് 1992 കാലഘട്ടത്തിൽ 74, 73 എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട അമെൻഡ്മെൻറ്റുകൾ നിലവിൽ വരുന്നു, അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നു. ഈ ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാനത്തിന് കീഴിലുള്ള സബ് സ്റ്റേറ്റിൽ എലക്ഷൻ നടത്തുന്നതിനെ പറ്റി പരാമർശിക്കുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തുകൾ 5 വർഷത്തേക്കായിരിക്കണമെന്ന് ആർട്ടിക്കിൾ 243 പരാമർശിക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ കീഴിൽ വരുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ സബ് സ്റ്റേറ്റ് ലെവലിൽ എലക്ഷൻ നടത്തേണ്ടത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ആർട്ടിക്കിൾ 243 പറയുന്നു. ആർട്ടിക്കിൾ 243 സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ പിന്നീട് വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത് ഹനുമന്ത റാവു കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി വന്നു. ഹനുമന്ത് റാവു കമ്മിറ്റി എന്ന് പറഞ്ഞു. ഇതെന്ന് പറയുന്ന 1984 കാലഘട്ടത്തിലെ ഒരു വർക്കിംഗ് ഗ്രൂപ്പാണ് ഹനുമന്ത് റാവു കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി. ഈ ഹനുമന്ത് റാവു കമ്മിറ്റി എന്താണ് ചെയ്തത്? ഹനുമന്ത് റാവു കമ്മിറ്റി മുന്നോട്ട് വെച്ച ഒരാശയമാണ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് എന്ന് പറഞ്ഞ സംഭവം. ഈ ഡിസ്ട്രിക്ട് പ്ലാനിങ്ങിൻ്റെ തലവൻ എന്ന് പറയുന്നത് എപ്പോഴും സബ് കളക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ മന്ത്രി ആയിരിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി ഹനുമന്ത് റാവു എന്ന് പറഞ്ഞ 1984 വർക്കിംഗ് ഗ്രൂപ്പിലെ ഒരു കമ്മിറ്റി, ഈ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് എന്ന് പറഞ്ഞ പറ്റി ഒരു റെക്കമെൻഡേഷൻ വയ്ക്കുന്നത്. ഇതിനെ തുടർന്ന് 1988 കാലഘട്ടത്തിൽ നമ്മുടെ ഗവൺമെൻറ് മോഡൽ ഡിസ്ട്രിക്ട് പ്ലാൻ എന്ന് പറഞ്ഞ സംഭവം അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ 9ാമത് പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരികയാണെങ്കിൽ 9ാമത് പഞ്ചവത്സര പദ്ധതിയിൽ സമയത്ത് 73, 74 എന്ന് പറഞ്ഞ അമെൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കേണ്ട ഉത്തരവാദിത്തം ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയിലാണെന്ന് നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി 9ാമത് പഞ്ചവത്സര പദ്ധതി സമയത്ത് 73, 74 ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കേണ്ടത് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ആണ് എന്ന് നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് തയ്യാറാക്കുന്ന പദ്ധതികൾ, പ്രോഗ്രാമുകൾ, സ്കീമുകൾ ഇവയുടെ പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് ഗ്രാമപഞ്ചായത്താണെന്ന് പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ ഈ പല പ്രോഗ്രാമുകളുടെയും പല സ്കീമുകളുടെയും ബെനിഫിഷ്യറീസിനെ തിരഞ്ഞെടുക്കേണ്ടതും വില്ലേജ് ലെവലിലുള്ള പദ്ധതികൾ തയ്യാറാക്കേണ്ടതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ ഈ ഒരു ഡിസ്ട്രിക്ട് പ്ലാൻ എന്ന് പറഞ്ഞ സംവിധാനത്തിലേക്ക് മെർജ് ചെയ്യുന്നു. ഇനി ഈ ഒരു ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം എന്തൊക്കെ? ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ കീഴിൽ വരുന്ന അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ഡിസ്കഷൻ എടുക്കുകയും അതുപോലെ തന്നെ ജില്ലയിലുള്ള റിസോഴ്സ് പൊട്ടൻഷ്യലിനെ പറ്റിയും ജില്ലയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ, ജില്ലയിലെ ആവശ്യങ്ങൾ എന്തൊക്കെ, അതുപോലെ തന്നെ ജില്ലയിലെ പരിമിതികൾ എന്തൊക്കെ എന്നതിനെ പറ്റിയും ഡിസ്കഷൻ എടുക്കുവാനുള്ള ഉത്തരവാദിത്തം ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിക്ക് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ പ്രോസസ്സിനകത്ത് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്.
ഇനി നമ്മൾ അടുത്ത് പറയാനായിട്ട് പറയുന്ന പ്രോസസ്സ്, നമ്മൾ അടുത്ത് പറയുന്നത് മൂന്നാമത്തെ പ്രോസസ്സാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാനിംഗ് ഏജൻസി. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാനിംഗ് ഏജൻസി എന്ന് പറഞ്ഞ മൂന്നാമത്തെ പ്രോസസ്സാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. പോളിസികൾ നടപ്പിലാക്കാൻ ഏജൻസികൾ വേണം. ഒരു പോളിസി, ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ, ഒരു പോളിസി നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് ഏജൻസികൾ വേണം. ഈ ഏജൻസികളുടെ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏജൻസികളുടെ പവർ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടലി അതായത് ഏജൻസികളുടെ പവർ ആൻഡ് ഇൻ്റർ റിലേഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ എന്ന രീതിയിലാണ്. അതായത് ഏജൻസികൾക്ക് ഒരു റിലേഷൻ, ഏജൻസികളെന്ന് പറയുന്നത് താഴെ തട്ടിലുള്ളവർക്കും മുകൾ തട്ടിലുള്ളവർക്കും ഒരേപോലെയുള്ള ഏജൻസികൾ തമ്മിലും ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് പറഞ്ഞത് ഏജൻസികളുടെ പവർ ആൻഡ് ഇൻ്റർ റിലേഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടലാണ്. അതായത് അതെന്താണെന്ന്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏജൻസികൾക്ക് താഴെ തട്ടിലുള്ളവരോടും മുകൾ തട്ടിലുള്ളവരോടും ഒരു റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരേപോലെയുള്ള ഏജൻസികൾ തമ്മിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഏജൻസികളെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പലതായിട്ട് കാറ്റഗറി ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാറ്റഗറി പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് എന്ന് പറഞ്ഞ കാറ്റഗറി. പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് എന്ന് പറഞ്ഞ കാറ്റഗറി. രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് പ്ലാനിംഗ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറി. പ്ലാനിംഗ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറിയാണ് സ്റ്റാഫ് ഏജൻസീസ് എന്ന് പറഞ്ഞ കാറ്റഗറി. നാലാമത്തെ ഏജൻസിയാണ് ലയൺ ഏജൻസീസ് എന്ന് പറഞ്ഞ ഏജൻസി. ഇതിനെ ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റുകളെന്നും അറിയപ്പെടും. അതുപോലെയുള്ള ഒരു ഏജൻസിയാണ് പബ്ലിക് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ ഏജൻസി. അതുപോലെയുള്ള ഒരു ഏജൻസിയാണ്, മറ്റൊരു ടൈപ്പ് ഏജൻസിയാണ് കോപ്പറേറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ കാറ്റഗറി. അപ്പോൾ ഇത്രയും കാറ്റഗറിയായിട്ട് നമ്മുടെ ഏജൻസികളെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഇനി ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഏജൻസികളുടെ കാര്യം പറയുമ്പോൾ, ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഏജൻസികൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ചാണ് നിലവിൽ വന്നത്. ഈ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഏജൻസികളെല്ലാം തന്നെ ഗവൺമെൻറ് കമ്മിറ്റികളാണ്. ഇവയുടെ ഫങ്ഷൻ എന്താണ്, ഇവയുടെ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാനിങ്ങിനെ ഏകോപിക്കുക അല്ലെങ്കിൽ പ്ലാനിങ്ങിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഏജൻസികളുടെ പ്രധാനപ്പെട്ട ധർമ്മം. ഇവർ ഈ ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഏജൻസികളിൽ ആരൊക്കെ ഉൾപ്പെട്ടിരിക്കും, ഇവർ തയ്യാറാക്കുന്ന പ്ലാനിങ്ങുകളിൽ ആരൊക്കെ ഉൾപ്പെട്ടിരിക്കും എന്ന് ചോദിച്ചാൽ, ഫാർമർമാർ, ട്രേഡർമാർ, ഇൻ്റർലിസ്റ്റ് തുടങ്ങിയ പ്രൈവറ്റ് ബോഡിയിലുള്ള ആൾക്കാരും ഇവരുടെ പ്ലാനിങ്ങിനകത്ത് ഉൾപ്പെട്ടിരിക്കും. ഇനി ഓരോ ജിയോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ച്, അതായത് ഓരോ ജിയോഗ്രാഫിക്കൽ ഏരിയ അനുസരിച്ച് ഇവരുടെ ലെവൽ വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് സെൻട്രൽ ഏജൻസി കാണും, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് ഏജൻസി, അതർ ഏജൻസി എന്നൊക്കെ പറഞ്ഞ് പല ലെവലുകളായിട്ടാണ് ഇവർ കാണപ്പെടുന്നത്. ഈ ഏജൻസികളുടെ ഇടയിൽ തന്നെ ചിലർ സുപ്പീരിയർ ആയിട്ടുള്ള ഏജൻസികൾ കാണും, ചിലർ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഏജൻസികൾ കാണും, അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഏജൻസികൾ കാണും, സെമി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏജൻസികൾ കാണും. അതുപോലെ തന്നെ ഇവർക്ക് റിസോഴ്സുകളെ അസസ് ചെയ്യുന്ന കാര്യത്തിലും ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിലും ഇവർക്ക് മിക്കവാറും പേർക്ക് പലതരത്തിലുള്ള ലെവലുകളായിരിക്കുള്ളത്. ചിലർ ഡിസിഷൻ മേക്കിംഗ് കാര്യത്തിലായാലും റിസോഴ്സ് അസസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആയാലും ചില ഏജൻസികൾ സുപ്പീരിയർ ആയിരിക്കും, ചില ഏജൻസികൾ ഇൻഫീരിയർ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ സബ് സ്റ്റേറ്റ് ലെവലിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും വളരെ അൺക്ലിയർ ആയിട്ടാണ് പോകുന്നത്. അതായത് സംസ്ഥാനത്തിൻ്റെ കീഴിൽ വരുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പം പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന് കീഴിൽ വരുന്ന മൾട്ടി ലെവൽ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ഒരു അവ്യക്തത ഉണ്ട്, അല്ലെങ്കിൽ അൺക്ലിയർ ആയിട്ടാണ് പോകുന്നത്.